നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ 2025 പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം ഫലത്തെ പറഞ്ഞു വരികയാണ്. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള പഠനങ്ങളിലൂടെയുള്ള നക്ഷത്ര ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. കൂടാതെ അവരുടെ ദശാകാലങ്ങളിൽ അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം 2025 ആണ് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. സ്ഥിരമായി ഉണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്നൊക്കെ മകയിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ മോചനം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ വഴി കടം വീട്ടാനൊക്കെ സാഹചര്യമുണ്ട്. തൊഴിൽ രഹിതരായിട്ടുള്ള മകയിര നക്ഷത്രക്കാർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ലഭിക്കുന്നതാണ്. പിന്നീട് നല്ല ജോലിക്കുള്ള മുന്നൊരുക്കം അതിലൂടെ ലഭിക്കുന്നതുമാണ്. അതായത് പിന്നീട് സ്ഥിര നിയമനം ലഭിക്കാനുള്ള സാഹചര്യം തൊഴിലിലുണ്ട് എന്നർത്ഥം. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഉത്തമമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ ദശാകാലവും അതിനനുസരിച്ചുള്ള ഏകദേശ ഫലങ്ങളും അതിനുശേഷം പരിഹാരങ്ങളും പറയാം. ചൊവ്വാദശയിലാണ് മകയിര നക്ഷത്രക്കാരുടെ ജനനം. ഏകദേശം 3 വർഷം ചൊവ്വാദശ ലഭിച്ചു എന്ന കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 21 വയസ്സുവരെ രാഹുർ ദശാകാലം. ഈ കാലം ഏകദേശം അനുകൂലമായിരിക്കും. അതിനുശേഷം 37 വയസ്സുവരെയുള്ള വ്യാഴദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം 56 വയസ്സുവരെയുള്ള ശനിദശാകാലം അനുകൂലമാണ്. ശനിദശാകാലം അനുഭവിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് പുതുവർഷം കൂടുതൽ ശുഭപ്രദമായിരിക്കും. 56 വയസ്സിന് ശേഷം ബുധദശാകാലമാണ്. ബുധദശാകാലവും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദോഷപരിഹാരത്തിനായി മകയിര നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും ശുഭകരമായിട്ടുള്ള ഫലങ്ങളെ ചെയ്യും. വിഷ്ണു സഹസ്രനാമം എല്ലാ വ്യാഴാഴ്ചയും ജപിക്കുന്നത് ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് മകയിര നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.